മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ ജോലിയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ കമലേശ്വരത്ത് തിരിച്ചെത്തുന്നുണ്ട്. എന്നിട്ട് ആ കാര്യം കണ്ണനോടും എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. കണ്ണന് പക്ഷേ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് കണ്ണന് യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടൻ എന്ത് അധികാരമാണ് അവിടെ ഉള്ളത്, അവൾക്കാണല്ലോ അധികാരം മുഴുവൻ എന്നുണ്ണി പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ശരിയാണ്, എല്ലാ അധികാരവും അയാൾക്കാണ്. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ മുക്കാ ഭാഗവും അയാളുടെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് എല്ലാ അവകാശങ്ങളും അയാൾക്ക് തന്നെയാണ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്യാനുള്ള അധികാരം അയാൾക്ക് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അയാളാണല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റിലെല്ലാം ഓടി നടന്ന് ജോലി നോക്കുന്നത്. അതുകൊണ്ട് ആ അവകാശം മുഴുവൻ അയാൾക്കാണെന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ണൻ തീർത്ത് പറയുന്നു. ഇത് കേട്ട് ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ഉണ്ണി. പിന്നീട് കരുണയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകുന്നു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, മോൻ്റെ അച്ഛൻ്റെ ആണ്ടുകളൊന്നും നടത്താത്തത് കൊണ്ടായിരിക്കും, അച്ഛന് മോക്ഷം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണമെന്ന് ദുർഗ പറയുന്നുണ്ട്. പിന്നീട് മഞ്ജുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ കരുണ ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരോട് ചോദിച്ചിട്ടാടി എൻ്റെ ഉണ്ണിയേട്ടനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിന് അവകാശപ്പെട്ടവർ തന്നെയാണ് പറഞ്ഞയച്ചതെന്ന് പറയുകയാണ്. അവൾക്ക് അവകാശം എന്തിരിക്കുന്നു, അവളാണെങ്കിൽ അഴിഞ്ഞാണ്ടി നടക്കുന്നവൾക്കാണോ ഇവിടെ അവകാശം എന്നെല്ലാം ചോദിച്ചുകൊണ്ട് കരുണയാണെങ്കിൽ മഞ്ജുവിൻ്റെ നേരെ ചാടിക്കടിക്കുന്നുണ്ട്. അവളുടെ കൂട്ടത്തിൽ കൂടുന്നവർക്കൊന്നും ആർക്കും രക്ഷയുണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് ഒരു ദിവസം തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും. അവളുടെ കുഞ്ഞായിരിക്കും അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അവളുടെ പ്രസവശേഷം നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ അവൾ വന്ന് ജീവിക്കും. അപ്പോഴാണ് നിനക്കിതെല്ലാം മനസ്സിലാകുന്നതെന്നെല്ലാം കരുണ പറയുന്നത് കേട്ട് വളരെയേറെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ, അത് എനിക്കല്ലടി സംഭവിക്കുന്നത്, നിനക്കാണ് സംഭവിക്കുന്നതെന്ന് നിന്നെ മടുത്തുകൊണ്ട് എൻ്റെ ചേട്ടൻ വേറെ കല്യാണം കഴിച്ച് കുട്ടികളുമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് നീ കാണുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ഈ വിവരം അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും അറിയുന്നുണ്ട്. അവരാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇനി എന്താണ് ചെയ്യുക, അവനൊരു മണ്ണുണ്ണിയാണ്, അവനിക്കൊരു ജോലിയുമില്ല, നിൻ്റെ ക്വാറിയിൽ അവനിക്ക് എന്തെങ്കിലും ജോലി കൊടുക്കുക, അവനവിടെ ഡ്രൈവറായിട്ടെങ്കിലും ജോലി ചെയ്യട്ടെ എന്നെല്ലാം മുത്തശ്ശി പറയുന്നുണ്ട്. പിന്നീട് സ്വാതിയുടെയും കണ്ണൻ്റെയും വിവാഹ കാര്യങ്ങൾ സംസാരിക്കുകയാണ് സീമന്തിനിയും വാമദേവനും ദുർഗയുമെല്ലാം. അങ്ങനെ സ്വാതി പറയുന്നുണ്ട്, എനിക്ക് കണ്ണേട്ടൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ കണ്ണേട്ടൻ്റെ കാലുകൾക്ക് സ്വാധീനം കിട്ടുമോ ഇല്ലയെന്ന് അറിയണം, എന്നാൽ മാത്രമേ ഞാനതിന് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണേട്ടന് സ്വാധീനം കിട്ടുമോ ഇല്ലയെന്ന് എനിക്കറിയണമെന്നെല്ലാം സ്വാതി വാശി പിടിക്കുകയാണ്. അങ്ങനെ കണ്ണൻ അങ്ങോട്ട് വരുമ്പോൾ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അത് ഉടനെ തന്നെ നടക്കുമെന്നറിയില്ല, എൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് തിരിച്ച് എഴുതി മേടിക്കണം, അതിനുശേഷമേ അത് നടക്കുകയുള്ളൂ എന്നെല്ലാം പറഞ്ഞ് കണ്ണൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണന് കല്യാണത്തിന് സമ്മതമാണെന്നുള്ള വിവരം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുമുണ്ട്. പിന്നീട് സീമന്തിനെയും സ്വാതിയും കൂടെ തോമസ് വൈദ്യൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് തോമസ് വൈദ്യനോടായിട്ട് നേരിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം. അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, അയാൾക്കാണെങ്കിൽ കാലുകൾക്ക് ശേഷി കിട്ടണമെങ്കിൽ അയാളുടെ മനസ്സിന് നല്ല ബലമുണ്ടായിരിക്കണം. പക്ഷേ അയാൾക്കിപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ്. കാരണം അയാൾ മഹാലക്ഷ്മിയുമായിട്ട് ആകെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അസ്വസ്ഥത അയാളുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അയാൾക്ക് ചികിത്സയൊന്നും ഫലിക്കാതെ വരും. അതുകൊണ്ട് കാലുകൾക്ക് ശേഷി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടെന്നെല്ലാം തോമസ് വൈദ്യൻ പറയുന്നത് കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് പോവുകയാണ് സ്വാതി. മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണ് കരുണയും ഉണ്ണിയുമെല്ലാം. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, മഹാലക്ഷ്മിയും കുഞ്ഞിനെയും ഒറ്റയടിക്ക് തന്നെ ഇല്ലാതെയാക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഇനി നടക്കുകയുള്ളൂ. ഇനി എന്തെങ്കിലും മഹാലക്ഷ്മിക്ക് സംഭവിക്കുകയാണെങ്കിൽ കണ്ണേട്ടനെ ആയിരിക്കും എല്ലാവരും സംശയിക്കുക. കാരണം അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടാത്തത് കൊണ്ട് കണ്ണേട്ടനും അവളോട് ദേഷ്യമായിരിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ കണ്ണേട്ടനെ ആയിരിക്കും ജയിലിൽ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ കണ്ണേട്ടനെ ആ മാർക്കോ ആണെങ്കിൽ കൊല്ലുക തന്നെ ചെയ്യും. കാരണം അവളുടെ വലങ്കൈയല്ലേ മാർക്കോ. അതുകൊണ്ട് ഇനി ആർക്കും ഒരു സംശയം ഉണ്ടാകാത്ത തരത്തിൽ ഉണ്ണിയേട്ടൻ അത് ചെയ്യുക തന്നെ ചെയ്യണം. അതിനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്കിനി സ്വസ്ഥമായിട്ടൊരു ജീവിക്കാൻ പറ്റുള്ളൂ എന്നല്ല ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്. ഇത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ഇത് സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.